ഞങ്ങളെ ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വന്നു. കാരണം എന്താ വെച്ചാൽ അവർ റിപ്ലൈ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെന്റ് പ്രകാരം ഈ പേഷ്യൻറ്റിന് 4 liters ഓക്സിജൻ ഫ്ലോ മതി എന്നാണ്. അതായത് somebody is cheating in somebody is, I mean, that service provider manipulated the document and submitted with the airlines. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് മരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പേഷ്യൻ്റെ പാർട്ടി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ്, വേറൊരു സർവീസ് പ്രൊവൈഡർ പറഞ്ഞ്, നമുക്ക് എയർലൈൻസ് ഒക്കെ ആയിട്ട് നല്ല റിലേഷനാണ്, ഞങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് 10 liters സ്പെഷ്യൽ പെർമിഷൻ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് ചെയ്തോ, കാരണം പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഡിലേ ആക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടി, നാളെ ഞങ്ങൾ ഫ്ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെരി ഗുഡ്, ഏത് എയർലൈൻസ് ആണ് പെർമിഷൻ തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ജെറ്റ് എയർവേസ് ഉണ്ട്. അപ്പോൾ ജെറ്റ് എയർവേസ് എയർലൈൻസ് ആണ് നമുക്ക് പെർമിഷൻ തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ജെറ്റ് എയർവേസിലേക്ക് ഒരു മെയിൽ അയച്ചു. ഈ 10 liters ഓക്സിജൻ ഫ്ലോ റിക്വയർമെന്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ടത്, നമ്മളും പഠിക്കാൻ ട്രൈ ചെയ്ത് കറക്റ്റ് എന്നുള്ളത് പറഞ്ഞൊരു മെയിൽ അയച്ചു. അപ്പോൾ അവർ റിപ്ലൈ ചെയ്ത്, ഞങ്ങൾ മാത്രമല്ല, ജെറ്റ് എയർവേസ് മാത്രമല്ല, ലോകത്ത് ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സും 4 liters മുകളിൽ പെർമിഷൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മളത് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ഡെസ്കിലിരിക്കുന്ന ആരോ മെയിൽ എക്സാക്ട്ലി സീനിയേഴ്സിന്റെ അടുത്ത് മാനേജർ ലെവലിലായിരിക്കും ചിലപ്പോൾ പെർമിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്ലൈ ചെയ്ത്, ഇന്ന പേഷ്യന്റിന് നിങ്ങൾ 10 liters ഓക്സിജൻ ഫ്ലോ റിക്വയർമെന്റ് ഉള്ള പേഷ്യന്റിന് നിങ്ങൾ പെർമിഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്ത്, അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും എങ്ങനെ ചെയ്യണം എന്ന്. ഞങ്ങളെ ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വന്നു. കാരണം എന്താ വെച്ചാൽ അവർ റിപ്ലൈ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കിട്ടിയ ഡോക്യുമെന്റ് പ്രകാരം ഈ പേഷ്യൻറ്റിന് 4 liters ഓക്സിജൻ ഫ്ലോ മതി എന്നാണ്. അതായത് somebody is cheating in somebody is, I mean, that service provider manipulated the document and submitted with the airlines. ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് മരിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ആ പേഷ്യന്റ് മരിക്കും. ഇത് ആ സർവീസ് പ്രൊവൈഡറിനും അറിയാം. പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ ഈ പേഷ്യന്റിന്റെ ലൈഫിനെ കുറിച്ച് ഒട്ടും കേടൽ. ഇറ്റ്സ് എ ബിസിനസ്, പ്യുവർ ബിസിനസ്. ഒരാളെ കൊന്ന് കാശുണ്ടാക്കുന്നതിന് തുല്യമാണ് അയാൾ ചെയ്തത്.